15 വയസ്സേ ഉള്ളൂ. പക്ഷേ റെക്കോർഡുകൾ തകർക്കുന്ന വൈഭവ് സൂര്യവംശി പറയുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഒന്നും ഉറപ്പായെന്ന് കരുതുന്നില്ല. ഓരോ മത്സരവും പുതിയ തുടക്കമാണ്. ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ ആകുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൗമാര താരത്തിന്റെ മനോഭാവം. സിംബാബ്വെക്കെതിരെ ആദ്യ T20 വെറും 19 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യയെ അനായാസ വിജയത്തിലേക്ക് നയിച്ച വൈഭവ് സൂര്യവംശി വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. വെറും 15-ാം വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്തരമൊരു ഇന്നിംഗ്സ് കളിക്കുന്നത് തന്നെ ചരിത്രമാണ്. എന്നാൽ അതിനേക്കാൾ ശ്രദ്ധേയമായത് മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഹരാരയിലെ ഈ ഗ്രൗണ്ട് വൈഭവിന് വളരെ സ്പെഷ്യലാണ്. കാരണം ഈ വർഷം അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇതേ ഗ്രൗണ്ടിൽ അദ്ദേഹം 80 പന്തിൽ 175 റൺസ് നേടി ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചിരുന്നു. ഇപ്പോൾ സീനിയർ ടീമിലും അതേ ഗ്രൗണ്ടിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറി. പക്ഷേ ഈ പ്രകടനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ഗ്രൗണ്ടിൽ എനിക്ക് റൺസ് നേടാൻ ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒന്നും ഉറപ്പായെന്ന് കരുതുന്നില്ല. ഏത് ഗ്രൗണ്ടായാലും എൻ്റെ ഏറ്റവും മികച്ചത് നൽകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഒരു വലിയ താരവും സാധാരണ പ്രതിഭയും തമ്മിലുള്ള വ്യത്യാസം. കാരണം പലരും ഒരു വലിയ ഇന്നിംഗ്സ് കളിച്ചാൽ അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ വൈഭവ് പറയുന്നത് ഓരോ മത്സരവും വീണ്ടും തെളിയിക്കേണ്ടതാണ് എന്നതാണ്. ഇത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ മാസം ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യയ്ക്ക് T20 അരങ്ങേറ്റം കുറിച്ച വൈഭവിന് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. 3 മത്സരങ്ങളിലും വലിയ സ്കോറുകൾ വന്നില്ല. വിമർശനങ്ങളും ഉയർന്നു. IPL കളിച്ചത് വേറെയാണ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് വേറെയാണ് എന്ന തരത്തിൽ പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ സിംബാബ്വെക്കെതിരായ ഈ ഇന്നിംഗ്സ് വിമർശകർക്കായുള്ള ശക്തമായ മറുപടിയായി മാറി. മത്സരശേഷം വൈഭവ് പറഞ്ഞ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. കരിയറിന്റെ തുടക്കത്തിൽ ഇത്തരമൊരു ഇന്നിംഗ്സ് കളിക്കാൻ കഴിഞ്ഞാൽ അടുത്ത മത്സരങ്ങൾക്കുള്ള ആത്മവിശ്വാസം ലഭിക്കും. ഞാൻ എൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു. ഇതാണ് എല്ലാ യുവതാരങ്ങൾക്കും ഒരു പാഠം. പരാജയപ്പെട്ടാൽ തകർന്നു പോകരുത്, വിജയിച്ചാൽ തല കറങ്ങുകയും ചെയ്യരുത്. ഇത് രണ്ടിനെയും ഒരു മനോഭാവത്തോടെ നേരിടാൻ കഴിയുന്നവരാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. ഈ മത്സരത്തിൽ വൈഭവിന്റെ ഇന്നിംഗ്സ് മാത്രമല്ല ശ്രദ്ധേയമായത്. പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ഫാസ്റ്റ് ബൗളർ മയാങ്ക് യാദവ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 4 ഓവറിൽ വെറും 18 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് നേടി സിംബാബ്വെ 125 റൺസിൽ ഒതുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. മയാങ്കിന്റെ വാക്കുകളും ഹൃദയസ്പർശിയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും പരിക്കുകൾ നേരിടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ രാജ്യത്തിനായി കളിക്കണമെന്ന ആഗ്രഹമാണ് എന്നെ തിരിച്ചെത്തിച്ചത്. അതായത് ഈ മത്സരത്തിൽ ഇന്ത്യക്ക് 2 വിജയങ്ങളായിരുന്നു. 1 വൈഭവ് സൂര്യവംശിയുടെ ആത്മവിശ്വാസം തിരികെ ലഭിച്ചത്, 2 മയങ്ക് യാദവിന്റെ ശക്തമായ തിരിച്ചുവരവ്. ഇന്ത്യൻ T20 ടീമിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് വൈഭവ് സൂര്യവംശി. 15-ാം വയസ്സിൽ തന്നെ IPL ലോക ശ്രദ്ധ നേടിയ താരം. അതിന് പിന്നാലെ ഇന്ത്യൻ ടീമിലെത്തി. ഇപ്പോൾ അന്താരാഷ്ട്ര T20 റെക്കോർഡ് വേഗത്തിലുള്ള അർദ്ധ സെഞ്ചുറികളിൽ ഇടം പിടിക്കുന്ന പ്രകടനം. എന്നാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രത്യേകമാക്കുന്ന ബാറ്റിംഗ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനോഭാവം കൂടിയാണ്. ഇത്തരം ചിന്താഗതിയുള്ള താരങ്ങൾ സാധാരണയായി ദീർഘകാലം ടീമിൽ നിലനിൽക്കാറുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ആരെന്ന ചോദ്യത്തിന് ഇപ്പോൾ പലരും പറയുന്ന ഉത്തരമാണ് വൈഭവ് സൂര്യവംശി.